നിർത്തിയത് പൈസ എടുക്കുന്നില്ല. വണ്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നോട്ടെ. പാടി പറയാൻ അടിച്ചോണ്ട് പോകുന്നു. വേറെ എവിടെയെങ്കിലും ഇട്ടിട്ടോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് റോങ് പാർക്കിങ്ങിന് ഫൈൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് സൗദി അറേബ്യയിൽ താമസിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ റോങ് പാർക്കിങ്ങിന് ഞങ്ങൾക്ക് ഫൈൻ ആകുന്നത്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ, പിന്നെ റോങ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റോങ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ മറ്റു പബ്ലിക്കിനും റോങ് ആണ്, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും പിന്നെ ഗവൺമെൻറ്റിനും എല്ലാം റോങ് ആണ്. അപ്പോൾ നമുക്ക് റോങ് ചെയ്യുമ്പോഴാണ് ഫൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയതായിരുന്നു, പക്ഷേ അത് ഫൈൻ ഉള്ളൊരു ഏരിയ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫൈൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഫൈന് കൂടുന്നുണ്ട് ഇവിടെ. ഒരുപാട് കാര്യങ്ങൾക്ക് ഫോൺ ചെയ്യുന്നത്, ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഫോൺ ചെയ്യുന്നതിന്, പെട്ടെന്ന് തന്നെ ടേൺ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ഫൈൻസ് കൂടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കെയർ ചെയ്യണം ആ കാര്യം. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ റോങ് പാർക്കിങ്ങിലാണ് ഇട്ടിരുന്നത്, അതുകൊണ്ട് ഫൈൻ ആകുമെന്ന് പേടിച്ചിട്ടുള്ള ഒരു ടെൻഷനും ഒരു വെപ്രാളവുമാണ് കണ്ടത്. പിന്നെ എന്നോട് ചൂടായ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. റോങ് പാർക്കിങ് നമ്മൾ ചെയ്യാതിരിക്കുക. ഇപ്പോൾ പാർക്കിംഗ് ഇല്ലെങ്കിൽ നമ്മൾ പാർക്കിങ് സേഫ് പാർക്കിംഗ് ഫൈൻഡ് ചെയ്തിട്ട് പാർക്ക് ചെയ്യുക. പിന്നെ ഇത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാ കേജസ് എല്ലാം ഉണ്ട് കേട്ടോ. ഫിഷിന് എനിക്കിഷ്ടം. ഇതാണ് പെറ്റയാസിസിലെ ഏറ്റവും വലിയ അക്വേറിയം. അപ്പോൾ ഈ വലിയ അക്വേറിയത്തിലെ കൊമ്പനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ കൊമ്പനെ കണ്ടപ്പോഴത്തേക്കും ഇവൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ എനിക്ക് തോന്നി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇവനുമായിട്ടൊരു സെൽഫി എടുത്താണ്. കൊള്ളാവോ? അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫി എടുക്കാൻ തോന്നും കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കൊമ്പനാണ്. സെൽഫി എടുത്തപ്പോൾ ഞാൻ തോറ്റുപോയി. ഇവനെ ഞാൻ നല്ല ഭംഗി, എന്നെ കൊള്ളില്ല. സ്കെൽട്ടൺ കൊടുത്തിട്ടുണ്ട്. റെക്കോർഡിംഗ് ആവുന്നുണ്ട് നോക്കാം. ഞാൻ നോക്കുന്നു. ഇതുണ്ട് ബോട്ട്. ഇത് കണ്ടോ, ഇവിടെ ഇതുമാതിരി കുറേ സുവനീർസ് ഉണ്ട്. പിന്നെ പെറ്റ്സിനുള്ള എല്ലാം, പെറ്റ്സിൻ്റെ ബെഡ്, പെറ്റ്സിന് ടോയ്സ്, പെറ്റ്സിൻ്റെ ഫുഡ്സ്, പെറ്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാം, പെറ്റ്സിന് ഇടുന്ന ബെൽറ്റ്സ്, അങ്ങനെ എല്ലാ കൈൻഡ്സ് ഓഫ് സാധനങ്ങളും, ഒരു പെറ്റിനെ വളർത്താനും അല്ലെങ്കിൽ അക്വേറിയം സെറ്റ് ചെയ്യാനും ഒക്കെയുള്ള എല്ലാ സാധനങ്ങളും ഈ പെറ്റയാസിസിൽ കിട്ടും. അപ്പോൾ പെറ്റ്സിനെയും കിട്ടും. പെറ്റ്സിൻ്റെ എല്ലാ ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ്. പല പല വിലയിലുള്ള അക്വേറിയംസ്, ചെറുത് വലുത്, പിന്നെ കേജ്, പെറ്റ്സിൻ്റെ കേജ് എല്ലാം ഇവിടെ ഉണ്ട്. പല റേറ്റിനുള്ളതും പല വലിപ്പത്തിലുള്ളതുമായിട്ടുള്ള കേജസും പിന്നെ അക്വേറിയംസും ഇവിടെ ഉണ്ട്. ഇവിടെ ലോഡ്സ് ഓഫ് ഫിഷസ് ഉണ്ട്. ഇതാണ് 3 ലെയേഴ്സ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പ്രൈസൊക്കെ. എനിക്ക് അത്ര ഇഷ്ടമല്ല, ഫിഷിന് ഇഷ്ടമല്ല. ഒരെണ്ണത്തിന് 30 പെർ ഫിഷ്. ഒരെണ്ണം വാങ്ങിച്ചു.
നമ്മൾ അക്വേറിയം ഇത് സെറ്റ് ചെയ്യണം. ജസ്റ്റ് വെറും ഇപ്പോൾ 30 റിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു ബൗള് അതെല്ലാം സെറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ ഓക്സിജൻ ഇങ്ങനെ ചെയ്യണം. ചെയ്യണം. അല്ല മറ്റേ ഓപ്പൺ എയർ ആയിരിക്കണം. ഇത് 3 ലെയേഴ്സാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. കുഞ്ഞ് ഫിഷ് ഇവിടെ ഉണ്ട്. ഈ അക്വേറിയം വാങ്ങാനുള്ളതായിരിക്കും അല്ലേ നല്ലത്. എടാ ഇതുണ്ട് കുഞ്ഞ് ഫിഷ് ഉണ്ട് ഓടി കളിക്കുന്നു. എടാ അവരോട് ചോദിച്ചേ ഇതുപോലെ നമ്മൾ ഇലക്ട്രോണിക് ഇത് വാങ്ങിക്കണം അക്വേറിയം. ഇലക്ട്രോണിക് എന്തോ ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു എയറിൻ്റെ. ഇല്ല നമ്മ ചുമ്മാ മനസ്സിലാക്കാതെ പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്തോ ഒന്ന് സെറ്റ് ചെയ്യണം. കുഞ്ഞ് ഫിഷ് അവരോട് ചോദിച്ചേ ഇതിനെ വളർത്താനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിനോട് വേണ്ടതെന്ന് ചോദിക്കാം. പുതിയ വരുമ്പോൾ ചോദിച്ചേ. ഓക്കെ ഫോർ സെറ്റിംഗ് അക്വേറിയം. അപ്പോൾ അക്വേറിയത്തെ പറ്റി എനിക്കൊന്നും അറിയാത്തത് കൊണ്ട് ബേബി ചോദിച്ച ഡൗട്ട്സൊക്കെ ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ അതെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു തന്നു. പിന്നെ അവർ തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് തരുമെന്നും പറഞ്ഞു. അവിടെ എല്ലാം അവൈലബിൾ ആണെന്നും പറഞ്ഞു. റാബിറ്റ് കണ്ടോ? ഞാൻ ഇതൊന്നും എടുക്കട്ടെ. റാബിറ്റ്സിന് സൗദി അറേബ്യയിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ വെള്ള എലിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വെള്ള എലി പെറ്റായിട്ട് വളർത്തുന്നവരുണ്ടെന്നുള്ളത് എനിക്ക് അറിയുന്നത് അപ്പോഴാണ്. വൈറ്റ് റാറ്റ്സിന് എന്തോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ വെള്ള എലികളും പിന്നെ വെള്ള റാബിറ്റ് പല തരത്തിലുള്ള റാബിറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇത് കണ്ട പട്ടിയെ അമ്മ എനിക്ക് പേടി കേട്ടോ. ഇതാണ് ഇതിൻ്റെ പേരാണ് ബേബി. എന്താ പേര് ഇതിൻ്റെ? അയ്യോ പിപ്പി വേണ്ട വേണ്ട പിപ്പി. അതിൻ്റെ പേരെന്താ? മാർഗൗര്യ. എന്താ പേര്? ഇങ്ങോട്ട് നോക്കി പറ. ബുൾഡോഗ് അല്ലേ? ബുൾഡോഗ് എന്നാണ് എൻ്റെ പേര്. മറിക്കണം ഞാൻ എടുത്തോട്ടെ. മറിക്ക് ബേബി അടുത്ത. ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ ചാടി കേട്ടോ. ഇതൊരു ബ്ലാക്ക് മാൻ. ഇത് ഡോബർമാനാണ്. ഒന്ന് കാണിക്കണ്ടേ പിപ്പി? അതിനെ എല്ലാം വിളിച്ചുണർത്തുകയാണോ? ഫ്രീ ആണ്. നമുക്ക് ഇപ്പുറത്ത് പോകാം. വാ ഇങ്ങോട്ട് വാ. അയ്യോ ഇത് സൂപ്പർ ക്യൂട്ടല്ലേ. ഭയങ്കര ഫ്രണ്ട്ലി ആണ് തോന്നുന്നത്. ഏയ് അതാ കുട്ടിയെ തന്നെ നോക്കുകയാണ്. അതവളെ നോക്കുക. Oh my god. എത്ര പട്ടിയാവുന്ന? ഹൗ മച്ച് എന്നോ?
കാണിച്ചു തരാനാ പറഞ്ഞ പട്ടികളെ ഞാൻ എടുക്കാം ഓൾറെഡി. ഇതിന്റെ കുഞ്ഞുങ്ങളൊന്നും ഇതിനെങ്ങനെ പട്ടിയുടെ ഇതിൽ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഈ പൂച്ചയെ കണ്ടോ? എൻ്റെ ഹസ്ബൻഡിൻ്റെ അതേ ഫേസ്, എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ ഇരിക്കുന്നു. എന്താ സിമിലാരിറ്റി നോക്കിക്കേ. അയ്യോ, ഈ പൂച്ചയെ കണ്ടോ? എന്തൊരു ക്യൂട്ടാ, എന്നെപ്പോലെ തന്നെയുണ്ട്. കറക്റ്റ് ഞാൻ തന്നെ, എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഈ പൂച്ച എന്നെപ്പോലെ ഇരിക്കുന്നത്. എന്തൊരു ക്യൂട്ടായ പൂച്ച നോക്കിക്കേ. ഓ, എന്നെപ്പോലെ ഇരിക്കുന്ന പൂച്ച എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് അലറി അവിടെ നിന്നിരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ അലറൽ കേട്ടല്ലോ അല്ലേ? Cat.